നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന് വി.ഡി. സതീശൻ നൽകിയ മറുപടി കേരള രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച് എന്നെ പേടിപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട, പേടിച്ചു പോയെന്ന് പിണറായി വിജയനോട് പോയി പറഞ്ഞേക്ക് എന്ന അദ്ദേഹത്തിന്റെ പരിഹാസം നിറഞ്ഞ പ്രതികരണം ഇന്ന് വലിയ വാർത്തയായിരുന്നു. ഇതേ ഫ്ലക്സുകൾ കേരളത്തിൽ ഇപ്പോൾ ഉയരുകയാണ്. അഹങ്കാരത്തിന് മുന്നിൽ തലകുനിയാത്ത പ്രതിപക്ഷ ശബ്ദത്തിന്റെ പ്രഖ്യാപനമായിരുന്നു അത്. ഭരണകൂടത്തിന്റെ എല്ലാ ആയുധങ്ങളും ഉപയോഗിച്ച് വിമർശകരെ നിശബ്ദമാക്കാൻ ശ്രമിക്കുന്ന പിണറായി ശൈലിക്കുള്ള തുറന്ന വെല്ലുവിളി. ഇന്ന് അതേ വാക്കുകൾ ഫ്ലക്സ് ബോർഡുകളായി വീണ്ടും കേരളത്തിന്റെ തെരുവുകളിൽ ഉയരുമ്പോൾ അതൊരു വ്യക്തിയുടെ ധൈര്യ പ്രകടനം മാത്രമല്ല, കോൺഗ്രസിന്റെ രാഷ്ട്രീയ പുനർജീവനത്തിന്റെ ചിഹ്നം കൂടിയാവുകയാണ്. അന്വേഷണ ഏജൻസികളെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയ ഭരണകൂട പ്രവണതയ്ക്കെതിരായ ജനാധിപത്യ പ്രതിരോധം. എല്ലാം ഞാൻ നിയന്ത്രിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ ധാരണയ്ക്കെതിരായ ശക്തമായ സന്ദേശം. അധികാരം സ്ഥിരമല്ല, ജനാധിപത്യം അതിലേറെ ശക്തമാണ്. മുഖ്യമന്ത്രി പിണറായിയെ വെല്ലുവിളിക്കുകയാണ് ഇപ്പോൾ സതീശൻ. ഇതോടെ പുനർജനിയിൽ CBI അന്വേഷണം വരുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. തനിക്കെതിരെയുള്ള വിജിലൻസ് അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്നും സർക്കാരിന്റെ അഴിമതികൾക്കെതിരെ സംസാരിക്കുന്നത് നിശബ്ദമാക്കാനാണ് ഇത്തരം നീക്കങ്ങളെന്നും അദ്ദേഹം തുറന്നടിച്ചു. സർക്കാരിനെതിരെ താൻ നടത്തുന്ന പോരാട്ടങ്ങളിൽ നിന്ന് ഒരടി പിന്നോട്ടില്ല എന്ന ശക്തമായ മുന്നറിയിപ്പായിരുന്നു ആ വാക്കുകൾ. അത് തന്നെയാണ് ഫ്ലക്സിൽ നിറയുന്നത്. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ ഉയർന്നിട്ടുള്ള വിവാദം കേരള രാഷ്ട്രീയത്തിൽ വലിയ തർക്കങ്ങൾക്ക് വഴിതെളിച്ചിട്ടുണ്ടായിരുന്നു. 2018 പ്രളയത്തിന് ശേഷം പറവൂർ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ പുനർജനി പദ്ധതിക്കായി വിദേശത്തു നിന്ന് പണം സ്വീകരിച്ചതിൽ FCRA നിയമങ്ങൾ ലംഘിക്കപ്പെട്ടു എന്നതാണ് പ്രധാന ആരോപണമായിരുന്നത്. ചാലക്കുടി സ്വദേശിയുടെ പരാതിയെ തുടർന്ന് വി.ഡി. സതീശനെതിരെ വിജിലൻസ് അന്വേഷണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുമതി നൽകിയതോടെയാണ് ഈ വിഷയം സജീവമായത്. സർക്കാരിന്റെ അനുമതിയില്ലാതെ വിദേശത്തു നിന്ന് ഫണ്ട് ശേഖരിച്ചുവെന്ന ഭരണപക്ഷത്തിന്റെ ആരോപണത്തെ രാഷ്ട്രീയ വേട്ടയാടൽ എന്നാണ് വി.ഡി. സതീശൻ വിശേഷിപ്പിച്ചത്. മാസപ്പടി വിവാദം ഉൾപ്പെടെ സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന അഴിമതി ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് പിണറായി വിജയൻ പുനർജനി കേസ് ഉയർത്തിക്കൊണ്ടുവരുന്നതെന്ന് അദ്ദേഹം ശക്തമായി വാദിച്ചു. എന്നാൽ ഗൗരവകരമായ നിയമലംഘനം നടന്നതിനാലാണ് അന്വേഷണം പ്രഖ്യാപിച്ചതെന്നാണ് മുഖ്യമന്ത്രിയുടെയും CPIMന്റെയും നിലപാട്. പദ്ധതിയുടെ ഭാഗമായി വിദേശത്ത് സന്ദർശനം നടത്തിയതിലും പണം സ്വീകരിച്ചതിലും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ചട്ടങ്ങൾ ലംഘിക്കപ്പെട്ടോ എന്ന് വിജിലൻസ് നിലവിൽ പരിശോധിച്ചു വരികയാണ്. പണം നേരിട്ട് കൈപ്പറ്റിയിട്ടില്ല എന്നും സ്പോൺസർമാർ വഴി നേരിട്ടാണ് വീടുകൾ നിർമ്മിച്ചു നൽകിയതെന്നും പറഞ്ഞ് സതീശൻ ഇതിനെ ശക്തമായി പ്രതിരോധിക്കുന്നുണ്ട്. പുനർജനി വിവാദത്തിൽ മണപ്പാട്ട് ഫൗണ്ടേഷനെതിരെയും CBI അന്വേഷണത്തിന് വിജിലൻസ് ശുപാർശയുണ്ട്. വിജിലൻസ് റിപ്പോർട്ടിന്റെ പകർപ്പ് പുറത്തു വന്നു കഴിഞ്ഞു. മണപ്പാട് CEO അമീർ അഹമ്മദിനെതിരെ CBI അന്വേഷണം വേണമെന്ന ആവശ്യവും ഇതോടെ ശക്തമാവുകയാണ്. സംശയാസ്പദമായ ഇടപാടുകൾ NGOയുടെ അക്കൗണ്ടിൽ നടന്നുവെന്ന് വിജിലൻസ് ആരോപിക്കുന്നു. FCRA നിയമപ്രകാരം CBI അന്വേഷണം വേണമെന്നാണ് ശുപാർശ. അതേസമയം പുനർജനി പദ്ധതിയിൽ വി.ഡി. സതീശനെതിരായ സർക്കാർ നീക്കം നിയമോപദേശവും മറികടന്നാണെന്ന വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. CBI അന്വേഷണം ആവശ്യമില്ല എന്നായിരുന്നു നിയമോപദേശം. അക്കൗണ്ടിലേക്ക് പണം വന്നില്ല എന്നും മണപ്പാട്ട് ഫൗണ്ടേഷന് വിദേശ ഫണ്ട് കൈകാര്യം ചെയ്യാമെന്നും കണ്ടെത്തിയിരുന്നു. പുനർജനി പദ്ധതിയിൽ സതീശൻ പണം വാങ്ങിയില്ല എന്ന് വിജിലൻസ് കണ്ടെത്തി. വിജിലൻസ് ഡയറക്ടർ ആഭ്യന്തര വകുപ്പിന് നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പ് പുറത്തു വന്നപ്പോൾ വി.ഡി. സതീശന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നതിന് തെളിവ് ഇല്ലാതായി. പുനർജനി ഫണ്ട് സതീശൻ കൈകാര്യം ചെയ്തിട്ടില്ല എന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കി. വിജിലൻസ് ഡയറക്ടർ ആഭ്യന്തര വകുപ്പിന് കൈമാറിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയത്. 2025 സെപ്റ്റംബർ 19 സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പാണ് പുറത്തു വന്നത്. ഫ്ലക്സ് ബോർഡുകൾ എന്നിട്ടും വീണ്ടും ഉയരുന്നത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. പിണറായി വിജയന്റെ ഭരണകാലം ഭയം വിതച്ച് മുന്നേറുന്ന കാലമാണെങ്കിലും അതിനു മുന്നിൽ മിണ്ടാതിരുന്ന പ്രതിപക്ഷമല്ല കോൺഗ്രസ്. അധികാരത്തിന്റെ മത്തുപിടിച്ച കൈകളെ ചോദ്യം ചെയ്യാനും ഭീഷണികളെ രാഷ്ട്രീയമായി നേരിടാനും തയ്യാറുള്ള നേതൃനിരയായി കഴിഞ്ഞു ഇന്ന് കോൺഗ്രസ്. വി.ഡി. സതീശന്റെ വാക്കുകൾ ഒരു നിമിഷത്തിന്റെ വാർത്തയായിരുന്നില്ല, അതൊരു രാഷ്ട്രീയ നിലപാടായി മാറിക്കഴിഞ്ഞു. ജനാധിപത്യത്തിൽ അധികാരത്തിന് പരിധിയുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ കസേരയ്ക്ക് മുകളിൽ ഭരണഘടനയുണ്ടെന്നും ഓർമ്മിപ്പിക്കുന്ന സന്ദേശമാണ് ഇപ്പോൾ ഈ ഫ്ലക്സുകൾ. പിണറായി ഭരണകൂടം വിമർശനത്തെ ശത്രുതയായി കാണുമ്പോൾ കോൺഗ്രസ് വിമർശനത്തെ ജനാധിപത്യത്തിന്റെ ശ്വാസമായി കാണാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഫ്ലക്സുകൾ ഒരു പാർട്ടി പ്രചരണമല്ല, ഭയമില്ലാത്ത രാഷ്ട്രീയത്തിന്റെ പ്രഖ്യാപനമാണ്. അധികാരത്തിന്റെ അമിത്തത്തോട് പേടിച്ചില്ല എന്ന് തുറന്നു പറയാൻ കഴിയുന്ന പ്രതിപക്ഷമുള്ളിടത്തോളം കേരളത്തിന്റെ ജനാധിപത്യം സുരക്ഷിതമാണ്. അതാണ് ഇപ്പോൾ കോൺഗ്രസ് ഉയർത്തുന്ന വലിയ പ്രതീക്ഷ.